ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡിവൈൻ കെയറിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിൽ പുതിയ വിസിറ്റേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിക്വസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. കുറേ ഞാൻ കുറച്ച് കമ്മ്യൂണിറ്റി ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വന്നിട്ടുണ്ട്. സ്വർണ്ണ ക്രീമിനെ പറ്റിയാണ് കേട്ടോ. ഞാൻ സ്വർണ്ണ ക്രീം സ്റ്റോപ്പ് ചെയ്യാനുള്ള കാരണങ്ങൾ എന്താണ്, എനിക്ക് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള റിസൾട്ട് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. അതിനു മുന്നേ പുതിയ വിസിറ്റേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നമുക്ക് കറക്റ്റായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് സ്വർണ്ണ ക്രീം നിർത്തണം എന്ന് തോന്നാനുള്ള കാരണം എന്നുള്ളത്. അത് ഞാൻ അതിനെ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ സ്വർണ്ണ ക്രീം സ്റ്റോപ്പ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ കോട്ടയത്തായിരുന്നു. കോട്ടയത്ത് നിന്ന് എൻ്റെ ഹസ്ബൻഡ് അബുദാബിയിൽ നിന്ന് വന്നു. ഇപ്പോൾ 1 മാസം കഴിഞ്ഞിട്ട് 1.5 മാസം ആവാറായി. അപ്പോൾ വന്ന സമയത്ത് ഇപ്പോൾ തൃശ്ശൂരാണ് കേട്ടോ. വന്നു കഴിഞ്ഞിട്ട് ഞാൻ കൂടെ പൂരമൊക്കെ ഉണ്ടായിരുന്നു. പൂരത്തിൻ്റെ ടൈമിൽ എന്ന് വെച്ചാൽ പകൽ ഫുൾ ടൈം വെയിലത്ത് ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്തൊക്കെ നന്നായിട്ട് സ്കിൻ ശരിക്കും കെയർ ചെയ്യാനൊന്നും ടൈം കിട്ടുന്നില്ല. നമ്മളിവിടെ വന്നിട്ട് ഭയങ്കര ബിസിയാണ്. പക്ഷെ ശരിക്കും വെയിൽ കൊണ്ടിട്ടും ആദ്യത്തെ ദിവസം ഞാൻ സ്വർണ്ണ ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കിന്നിൽ അങ്ങനെ ടാൻ ആയിട്ടുണ്ടായിരുന്നെങ്കിലും ഈ ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ ഓക്കെ ആവും, പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ വെയിൽ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരുപാടൊന്നും കരുവാളിപ്പൊന്നും വരുന്നില്ല. എനിക്ക് നോർമലി വെയിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കരുവാളിക്കുന്ന ടൈപ്പ് ഓഫ് ഫേസ് ആണ് എൻ്റെത്. ഓയിലിയാണ്, ഇച്ചിരി സെൻസിറ്റീവാണ്, അതുകൊണ്ടൊക്കെ. അപ്പോൾ ഞാനങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ സ്വർണ്ണ ക്രീം ഡെയിലി എല്ലാം മെയിൻ്റെനൻസ് മോഡിലായിരുന്നു. അത് ഞാൻ നേരത്തെ ഷെയർ ചെയ്തിട്ടുള്ളതാണല്ലോ. അപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ കാരണം വേറെ ഒന്നുമല്ല. കാരണം ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് അങ്ങനെ ടൈമൊന്നും കിട്ടുന്നില്ല. ആദ്യത്തെ കുറേ നാൾ ഭയങ്കര തിരക്കിലായിരുന്നു, പുറത്തു പോകും കാര്യങ്ങളൊക്കെ. പിന്നെയാണ് ഈ കൊറോണയുടെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ബിസി ആയിരുന്നപ്പോൾ പിന്നെ ഇവിടെ നമ്മൾ ഈ ഒരു പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നേരം വെളുപ്പിനെ ആവും. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് പുറത്തൊക്കെ പോകും. പൂരം കഴിഞ്ഞിട്ട് കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ പുറത്തു പോകും, വരുമ്പോൾ ലേറ്റ് ആവും. അങ്ങനെ വരുന്ന ടൈമിലൊക്കെ ടയർഡായിരിക്കും. അപ്പോൾ ടൈം കിട്ടാറില്ല ശരിക്കും ഒന്ന് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട്. കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ ടൈം കിട്ടാറില്ല. അപ്പോൾ കുറേ നാൾ അങ്ങനെ കുറേ ദിവസങ്ങൾ അങ്ങനെ അപ്ലൈ ചെയ്യാണ്ട് പോയി. അങ്ങനെ സ്കിപ്പായി പോയി. അപ്പോൾ ഞാൻ ഓർത്തൊന്ന് സ്റ്റോപ്പ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓൾറെഡി എനിക്ക് എൻ്റെ പഴയ വീഡിയോസിലൊക്കെ എനിക്ക് കുറേ റിക്വസ്റ്റും വന്നിട്ടുണ്ടായിരുന്നു, ചേച്ചി ഇങ്ങനെ ഒന്ന് ഇപ്പം ഞാൻ അന്നൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ റിസൾട്ടാണ് ഞാൻ വീഡിയോസിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറേ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള റിസൾട്ട് ഒന്ന് പറയുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഞാനെല്ലാം അതും ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കൂടിയാണ് ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പൂർണ്ണമായിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തേട്ടോ. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് ഞാൻ പറയാം. ഞാൻ സ്റ്റോപ്പ് ചെയ്തത് മനസ്സിലായത് എൻ്റേതായിട്ടുള്ള തീരുമാനം കൊണ്ട് തന്നെയാണ്, വേറെ ഒരു കാര്യങ്ങളും കൊണ്ടുമല്ല. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ടോട്ടലി ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ 60 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ സെയിം ക്വസ്റ്റ്യൻസ് തന്നെ റെപ്പറ്റീഷൻ ഉണ്ടെങ്കിൽ ഞാൻ പേര് പറയുന്നില്ല, ഞാനത് കോമൺ ആയിട്ട് അങ്ങനെ റിപ്ലൈ പറഞ്ഞു പോവുകയാണ് ചെയ്യാറ്. അല്ലെങ്കിൽ ഭയങ്കര ലെങ്തി വീഡിയോ ആവും. അപ്പോൾ സുലു ഫാസ്റ്റ് ചോദിച്ചിട്ടുണ്ട്, കെമിക്കൽ ക്രീം സൈഡ് എഫക്റ്റ് പോലെ എന്തെങ്കിലും ഉണ്ടായോ? എനിക്ക് അങ്ങനെ സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. എന്ന് വെച്ചാൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് സ്വർണ്ണ തന്നൊരു ഗ്ലോ ഉണ്ടല്ലോ, അത് കുറയും. പക്ഷെ നമുക്ക് ആ ഒരു നല്ല കളറ് പോയിട്ടില്ല കേട്ടോ. പക്ഷെ നമുക്ക് നല്ലൊരു ഗ്ലോ സ്കിന്നിൽ ഉണ്ടാവാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. വീട്ടിൽ തന്നെയുള്ള കുറച്ച് DIYs ആണ്, ഞാനത് പറഞ്ഞു തരാം. അത് സ്വർണ്ണ ക്രീം തേക്കുന്നവരാണെങ്കിലും സ്വർണ്ണ ക്രീം തേക്കാത്തവരാണെങ്കിലും എല്ലാവർക്കും ഇത് സ്കിന്നിൽ ചെയ്യാം. വളരെയധികം എഫക്റ്റീവ് ആയിരിക്കും. നല്ല സ്കിന്നിന് നല്ല കളർ കിട്ടാനും നല്ല യൂത്ത്ഫുൾ ആയിട്ടുള്ള റേഡിയൻ്റ് ആയിട്ടുള്ള സ്കിൻ കിട്ടാനായിട്ടൊക്കെ എഫക്റ്റീവ് ആണ് കേട്ടോ. അപ്പോൾ അതെല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. അതേതാന്ന് വെച്ചാൽ നമ്മുടെ വെള്ളച്ചന്ദനം ഉണ്ടല്ലോ, അത് അല്ലെങ്കിൽ ശ്വേതചന്ദനം എന്നൊക്കെ പറയും ചില സ്ഥലത്ത്, അത് പാലിൽ മിക്സ് ചെയ്തിട്ട് മുഖത്തിട്ടാൽ മതി. അതിൻ്റെ പൗഡർ ഇല്ലാന്നുണ്ടെങ്കിലായിട്ടുള്ളത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളത് ചന്ദനത്തിന്റെ തടിയാണ്. അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. എൻ്റെ കയ്യിൽ തടിയാണുള്ളത് കേട്ടോ, ചന്ദനത്തിന്റെ. ചെറുതൊരെണ്ണം മതിയാവും, അത് കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുണ്ടെങ്കിൽ അത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സൂപ്പറാണ്, നിങ്ങളുടെ സ്കിൻ കളർ അടിപൊളിയായിട്ടിരിക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ കുങ്കുമപ്പൂ ഉണ്ടല്ലോ, കുങ്കുമപ്പൂ പാലിൽ ഒന്ന് തിളപ്പിച്ചെടുക്കുക. നന്നായിട്ട് അതിൻ്റെ എസൻസ് എല്ലാം ഇളകി വരണം.
ആ ഒരു സംഭവം ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ സ്കിൻ ഉണ്ടല്ലോ അടിപൊളിയായിരിക്കും, നല്ല സോഫ്റ്റ് ആയിരിക്കും, നല്ല കളർ കിട്ടാനൊക്കെ സൂപ്പറാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോഴൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ കുറേ നേരം മുഖത്തിരുന്നോട്ടെ ഒരു പ്രശ്നവുമില്ല. ഈ രണ്ട് സംഭവങ്ങളും അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ വാഷ് ചെയ്യാനായിട്ട് സോപ്പ് ഉപയോഗിക്കരുത്. കടലമാവോ പയറുപൊടിയോ അല്ലെങ്കിൽ വെറുതെ വെള്ളം കൊണ്ടാണെങ്കിലും വാഷ് ചെയ്ത് കളയുക. സോപ്പിന്റെ ഉപയോഗം മാക്സിമം കുറയ്ക്കുക. ഈ ഫേസ് വാഷ് ആണെങ്കിലും കുറച്ച് ഉപയോഗിച്ചാൽ മതി. ഒരു ദിവസം ഒരു തവണയൊക്കെ ഫേസ് വാഷ് ഉപയോഗിക്കാവുള്ളൂ. ഫേസ് വാഷ് ഉപയോഗിക്കാനായിട്ട് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല കേട്ടോ. പിന്നെ അപ്പോൾ സൈഡ് എഫക്ട്സ് ഉണ്ടായോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് സുലു. അപ്പം ഞാനിത് കുറച്ച് ഗ്ലോ കുറയും, അത് ആ ഒരു കാര്യം. പക്ഷെ കളറിന് അങ്ങനെ പ്രശ്നമൊന്നും വരില്ല. പിന്നെ ഇത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറേ ദിവസമൊന്നും പ്രശ്നം ഉണ്ടായില്ല. പക്ഷെ എനിക്കിവിടെ തൃശ്ശൂർ വന്നപ്പോൾ ഉണ്ടല്ലോ ഇവിടെ ഭയങ്കര ചൂട്, ഭയങ്കര ഹീറ്റ്, ചൂടിങ്ങനെ വമിക്കുന്ന പോലെ അത്രയും ചൂടാണ് ഇവിടെ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ എൻ്റെ കണ്ണിൻ്റെ ഇവിടെ ഇങ്ങനെ തരിതരി പോലെ ഇങ്ങനെ കുരു വന്നു, ചൂടുകുരു ഇല്ലേ. ചൂടുകുരു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ അപ്പോഴത്തേക്കും സ്വർണ്ണ നിർത്തിയിട്ട് കുറേ ദിവസങ്ങളായി കേട്ടോ. അപ്പോൾ നമ്മുടെ ഫേസൊക്കെ ഒന്ന് ഓക്കെ ആയിട്ട് എന്ന് വെച്ചാൽ സ്വർണ്ണ സ്റ്റോപ്പ് ചെയ്തിട്ട് അത്രയും നാൾ നമ്മൾ ആ ക്രീം അപ്ലൈ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ നമ്മൾ എന്തായാലും കുറച്ച് ടൈം കൊടുക്കുക. വേറൊരു ക്രീം ഉടനെ തന്നെ അപ്ലൈ ചെയ്യാൻ പാടില്ല കേട്ടോ. അതിപ്പോൾ കുറേ വരുന്നുണ്ട്, ഞാൻ ഡൗട്ട് പറഞ്ഞു തരാം. ഞാൻ ഈ സ്വർണ്ണ ക്രീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫേസ് ആ ഒരു സ്വർണ്ണ ക്രീമായിട്ട് കുറേ ഡിസ്റ്റൻസ് ആയി. അതിനുശേഷം ഈ കുരു വന്നപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ആ കുരു വന്ന ഭാഗത്ത് ഈ നമ്മുടെ നമ്മുടെ ഏലാദി ക്രീം ഉണ്ടല്ലോ, ഞാൻ അതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഏലാദി ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തു. മുഖത്ത് ഇങ്ങനെ സൈഡിലായിട്ടൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തു. സൂപ്പറാണ് കേട്ടോ, നല്ല ചേഞ്ച് വരും. ചൂടുകുരുവിന്റെ പ്രശ്നമോ അല്ലെങ്കിൽ മുഖത്ത് റിങ്കിൾസോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ളവരൊക്കെ ഈ ഒരു ഏലാദി ക്രീം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ടാണ്. രാത്രി തേച്ചിട്ട് കിടക്കുക കേട്ടോ, പകൽ ഇത് അപ്ലൈ ചെയ്യരുത്. ഞാനിപ്പോൾ അത് 2 ദിവസം അപ്ലൈ ചെയ്തപ്പോൾ തന്നെ ആ ഒരു ചൂടുകുരുവിന്റെ ഇഷ്യൂസ് ഒക്കെ പോയി. പക്ഷെ ഞാൻ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് എൻ്റെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് എൻ്റെ സ്കിൻ നോക്കാം, ഒരു ഇഷ്യൂസും ഇല്ല. ഞാൻ സ്വർണ്ണ സ്റ്റോപ്പ് ചെയ്ത ആളാണ്. ഇതാകെ നോക്കിക്കോളൂ, കണ്ടോ, ഒരു പ്രശ്നങ്ങളും ഇല്ല കേട്ടോ. ചുണ്ടിൽ ഞാൻ ലിപ് ബാം ഇട്ടിട്ടുണ്ട്, നമ്മുടെ ബേബി ലിപ്സിന്റെ ലിപ് ബാം ഇട്ടിട്ടുള്ളത് കേട്ടോ, കണ്ടോ. അപ്പോൾ എന്നെ കണ്ടറിയാൽ ഞാൻ അധികം ഒരുങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ സിമ്പിളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഏലാദി ക്രീം ഉപയോഗിച്ചോളൂ, ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. നല്ല ഓയിലി സ്കിൻ ഉള്ളവർക്കൊക്കെ ഉപയോഗിക്കാം കേട്ടോ. എനിക്ക് മുഖക്കുരുവിന്റെ പ്രശ്നം പൊതുവെ ഇല്ലാത്തതാണ്. അപ്പോൾ പൊതുവെ മുഖക്കുരുവിന്റെ പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഏലാദി ക്രീം ഉപയോഗിച്ചിട്ട് പിമ്പിൾസ് വരുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. പക്ഷെ പിമ്പിൾസ് വന്ന മാർക്കുകളൊക്കെ പോകാനും എല്ലാത്തിനും ഭയങ്കര എഫക്റ്റീവാണ് ഈ ഏലാദി ക്രീം എന്ന് പറയുന്നത്. നല്ലതാണ്, ഞാനിപ്പോൾ ഇടയ്ക്കൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ജിഷ ചോദിച്ചിട്ടുണ്ട് എന്താണ് സ്വർണ്ണ ക്രീം സ്റ്റോപ്പ് ചെയ്തത്. ഞാനത് പറഞ്ഞല്ലോ. പിന്നെ റീസൺ പറയൂ. ഓക്കെ, ചിലവർ പറയുന്നുണ്ട് വൈറ്റ് പാച്ചസ് വരുന്നുണ്ടെന്ന്. എനിക്കത് അറിയില്ല എന്താണെന്ന് കേട്ടോ. നിങ്ങൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും സംഭവം ഫേസിൽ അപ്ലൈ ചെയ്യുന്നുണ്ടോ, അതും ഇതും കൂടെ ഒക്കെ റിയാക്ട് ചെയ്തതാണോ, അങ്ങനെയൊക്കെ ഒന്ന് നോക്കുക. അപ്പൊ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും പ്രോഡക്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ അതൊക്കെ സ്റ്റോപ്പ് ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ ഇഷ്യൂസ് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടറോട് സംസാരിക്കുക, ഡോക്ടർ പറഞ്ഞു തരും എന്തായാലും. പക്ഷെ എനിക്കിത് ഉപയോഗിച്ചിട്ട് അങ്ങനെ വൈറ്റ് പാച്ചസിന്റെ പ്രശ്നമോ പിമ്പിൾസിന്റെ പ്രശ്നമോ ഒന്നുമില്ല. നിങ്ങൾക്ക് ഫേസ് കണ്ടാൽ തന്നെ മനസ്സിലാകും, ഒരു ഇഷ്യൂസും ഇല്ല. പിന്നെ വിജയപ്രിയ ചോദിച്ചിട്ടുണ്ട് സൈഡ് എഫക്റ്റ് ആണോ. ശരിക്കും അല്ലാണ്ട് നിർത്തില്ലല്ലോ ആരും. അയ്യോ അല്ല, ഞാനിപ്പോൾ ഓൾമോസ്റ്റ് 5 മാസം കഴിഞ്ഞു ഉപയോഗിച്ചിട്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത്. സത്യമായിട്ടും എനിക്കിവിടെ വന്നിട്ട് തീരെ ടൈം കിട്ടുന്നില്ല. ഇപ്പൊ പോലും എനിക്കൊരു ഫേസ് പാക്ക് ഒന്നും ഇപ്പൊ ലോക്ക്ഡൌൺ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ലോക്ക്ഡൌൺ ആയപ്പോഴാണ് ഒന്നിനും സമയം കിട്ടാത്തത്. ശരിക്കും വീട്ടിലെല്ലാ ആൾക്കാരും ഉണ്ട്, നമുക്ക് വീട്ടിലെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ടൈമേ ഉള്ളൂ. അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ പോലും ചെയ്യാൻ ഇത്രയും ലേറ്റ് ആയതൊക്കെ അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ എനിക്കിപ്പോൾ DIYs ഒന്നും ചെയ്യാൻ സമയം കിട്ടാറില്ല. അപ്പൊ ഞാനൊരു സ്കിന്നിന് ഒരു കെയർ എന്ന രീതിയിൽ ഏലാദി ക്രീം തന്നെയാണ് ഇപ്പൊ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതങ്ങനെ. പിന്നെ വീക്ക്ലി 1 ടൈം ഇടുന്നില്ലേ സ്മിതാസ് വേൾഡ് ചോദിച്ചിട്ടുണ്ട്. വീക്ക്ലി 1 ടൈം ആയിരുന്നു അവിടെ ഞാൻ യൂസ് ചെയ്തിരുന്നത്. ഇപ്പോൾ പൂർണ്ണമായിട്ട് സ്റ്റോപ്പ് ആക്കി കേട്ടോ. പിന്നെ റസീന ചോദിച്ചിട്ടുണ്ട് എന്താ നിർത്തിയെന്നുള്ളത്. നിർത്തിയതിന്റെ റീസൺസ് ആണ് കുറെ പേര് ചോദിച്ചിട്ടുള്ളത്. സജീന, വിന്ധ്യ, പിന്നെ ഇന്ദിര ചോദിച്ചിട്ടുണ്ട് സ്വർണ്ണ നിർത്തിയാൽ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് വരുമോ. എല്ലാ പ്രോഡക്റ്റുകാരും പറയുക അവരുടെ പ്രോഡക്റ്റ് യൂസ് ചെയ്താൽ സൈഡ് എഫക്റ്റ് ഇല്ല എന്നാണ്.
ഓക്കെ, ശരിയാണ്. എല്ലാ പ്രൊഡക്റ്റുകാരും പറയുക അങ്ങനെ തന്നെയാണ്. യൂസ് ചെയ്താലും സ്റ്റോപ്പ് ചെയ്താലും പ്രശ്നമൊന്നും ഇല്ലാന്നാണ്. പക്ഷേ ഞാൻ എൻ്റെ റിസൾട്ട് ഞാൻ കാണിച്ചല്ലോ. നിങ്ങൾക്ക് എൻ്റെ സ്കിന്ന് ഒക്കെ കാണാൻ പറ്റുമല്ലോ ശരിക്കും. എനിക്ക് വേറെ ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല. പിന്നെ ഇവിടുത്തെ ചൂടല്ല, ഇവിടുത്തെ ചൂടും ഉണ്ട്. പിന്നെ നമ്മൾ അടുക്കളയിലൊക്കെ ഓരോന്ന് ചെയ്യുമ്പോൾ അവിടുത്തെ ഹീറ്റൊക്കെ അടിച്ചിട്ടുള്ളത്, ഞാൻ അടുപ്പിലൊക്കെ തീ കത്തിച്ചിട്ടൊക്കെ ചെയ്യാറുള്ളതാണ്, കുക്ക് ചെയ്യാറുള്ളതാണ്. എനിക്ക് അതൊക്കെ ചെയ്യാൻ അങ്ങനെയൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെയും അടിക്കുമ്പോൾ അതിന്റെയൊക്കെ എഫക്റ്റ് വരും നമുക്ക്. പ്രത്യേകിച്ച് സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ കുറച്ചും കൂടി കൂടും. അപ്പൊ അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എനിക്ക് ഈ ഏലാദി ക്രീം ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ടാണ്, നല്ല ചേഞ്ച് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ഗീത ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ എന്താണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പൊ ഞാൻ ഡെയിലി ഒന്നുമില്ല, ഇടയ്ക്ക് ഈ ഏലാദി ക്രീം യൂസ് ചെയ്യുന്നുണ്ട്. സൂപ്പറാണ്. ഞാൻ ഇതിനു മുന്നേ ഏലാദിയുടെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു എനിക്കിപ്പോ വേറെ DIYs ഒന്നും ചെയ്യാൻ ടൈം കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. ഇനിയിപ്പോ ചെമ്പരത്തിയുടെ ഫേസ് പാക്ക് ഒക്കെ ചെയ്യണമെന്നുണ്ട്. ശരിക്കും നല്ല എഫക്റ്റീവ് ആണ് അതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ. നമ്മൾ സ്വർണ്ണം ഉപയോഗിച്ചിട്ട് ഒരു മാസം ഉപയോഗിക്കാൻ തുടങ്ങി, ഒരു മാസം വരെ നമ്മൾ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഫേസ് പാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. അതിനുശേഷം നമുക്ക് ഇതൊക്കെ ഉപയോഗിക്കാം. ഞാനതൊക്കെ ചെയ്തിരുന്ന ആളാണ്, അപ്പോഴൊന്നും എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ മൊക്സീന ചോദിച്ചിട്ടുണ്ട് അതെന്താ നിർത്തിയത്, വേറെ എന്തെങ്കിലും ക്രീം ട്രൈ ചെയ്യാൻ വേണ്ടിയാണോ സ്റ്റോപ്പ് ചെയ്തത്? അല്ലടാ, ഞാൻ ഇനിയിപ്പോ വൈറ്റനിങ് ക്രീം ഒന്നും യൂസ് ചെയ്യാൻ വേണ്ടിയല്ല ഇത് യൂസ് ചെയ്തത്, ശരിക്കും നിർത്തിയത്. എന്ന് വെച്ചാലേ നമ്മൾ ഒരു വൈറ്റനിങ് ക്രീം ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് തന്നെ അടുത്ത ഒരു വൈറ്റനിങ് ക്രീം യൂസ് ചെയ്യാൻ പാടില്ല. ഏലാദി ക്രീം എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇടയ്ക്ക് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അതുപോലും ഞാൻ സ്വർണ്ണം യൂസ് ചെയ്ത് നിർത്തിയിട്ട് കുറേ ഗ്യാപ്പ് ഇട്ടു. അതിനുശേഷമാണ് ഏലാദിയൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അത് ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഉപയോഗിച്ചേട്ടാ ചൂടുകുരു പോലെ ഇങ്ങനെ വന്നപ്പോൾ, കുരുകുരുവായിട്ട് ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡോക്ടർ ഓക്കെ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്, അല്ലാതെ എൻ്റെ സ്വന്തം ഇതിലല്ല കേട്ടോ. അപ്പൊ നമ്മൾ ഒരു ക്രീം, വൈറ്റനിങ് ക്രീം ഏതും ആയിക്കോട്ടെ, അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഉടനെ തന്നെ അടുത്ത ക്രീമുകൾ ഒരിക്കലും ആരും സ്റ്റാർട്ട് ചെയ്യരുത്. ചിലപ്പോൾ എന്തായാലും റിയാക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ നോക്കുക. പിന്നെ ഇപ്പോൾ ഗ്ലോ കിട്ടാത്തത് കൊണ്ടാണോ നിർത്തിയതെന്ന് രശ്മി ചോദിച്ചിട്ടുണ്ട്. അല്ല കേട്ടോ, ഞാൻ നിർത്തിയതിന്റെ കാര്യം പറഞ്ഞല്ലോ. പിന്നെ ജസ്ല ചോദിക്കുന്നുണ്ട് ഞാൻ സ്വർണ്ണം യൂസ് ചെയ്യുന്നുണ്ട്, 1 മന്ത് കഴിഞ്ഞു, നല്ല കളറായി, ഇനി നിർത്താൻ പറ്റുമോ? ഇല്ല, നമ്മൾ സ്വർണ്ണയുടെ ആ ഒരു കോഴ്സ് എന്ന് പറയുന്നത് 3 മന്ത്സ് അല്ലേ, 3 മന്ത്സ് തന്നെ യൂസ് ചെയ്യുക. ഈ ഒരു ബോട്ടിൽ ഇനിയും ബാക്കി ഉണ്ടാവുമല്ലോ, അത് ഫുള്ള് യൂസ് ചെയ്യൂ. അത് കഴിഞ്ഞിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് ലീവ് ചെയ്യാം. പിന്നെ രമ്യ ചോദിച്ചിട്ടുണ്ട് സ്വർണ്ണ എന്തുകൊണ്ടാണ് നിർത്തിയേ, പഴയ ഒരു എഫക്റ്റ് കിട്ടുന്നില്ല. ഞാൻ 2 മന്ത്സ് ആയി ഉപയോഗിക്കുന്നു, എനിക്ക് നല്ല മാറ്റമുണ്ട്. അപ്പൊ മാറ്റമുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്തോടാ, കുഴപ്പമൊന്നുമില്ല. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിരുന്നതാണ് കേട്ടോ. അപ്പോൾ നിർത്താൻ കാരണം അതല്ല, ഞാൻ പറഞ്ഞല്ലോ എന്താണ് നിർത്താൻ കാരണം എന്നുള്ളത്. പിന്നെ അടുത്ത അപർണ ചോദിച്ചിട്ടുണ്ട് എന്താണ് ചേച്ചി സ്വർണ്ണ നിർത്തിയത്, നല്ലതല്ലാത്തത് കൊണ്ടാണോ എന്ന്. അതുകൊണ്ടൊന്നുമല്ല. സ്വർണ്ണ ക്രീം എനിക്ക് നല്ലൊരു എഫക്റ്റ് ആണ് തന്നിട്ടുള്ളത്. പലർക്കും പലതായിരിക്കും, ചിലരുടെ സ്കിൻ ടൈപ്പിന്റെ ബേസ് ചെയ്തിട്ടായിരിക്കും ചില കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് വെച്ച് എനിക്കിപ്പോഴും ഞാൻ പറയാം, എൻ്റെ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ഇതും പറയുന്നത് എൻ്റെ ഇതാണ്. എനിക്ക് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴൊക്കെ എനിക്ക് റിസൾട്ട് താമസിച്ചാണ് കിട്ടിയിരുന്നത്. പക്ഷെ കിട്ടിക്കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ നല്ല റിസൾട്ട് ആയിരുന്നു, കുഴപ്പമില്ലാതെ പോയി. അപ്പോ നല്ലതല്ല എന്നത് കൊണ്ടൊന്നും അല്ല. സ്വർണ്ണ ക്രീം കുഴപ്പമൊന്നുമില്ല, നല്ലത് തന്നെയാണ്. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഓക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ അതുകൊണ്ടല്ല, ഞാൻ എൻ്റെ സ്വന്തം തീരുമാനപ്രകാരം സ്റ്റോപ്പ് ചെയ്തതാണ് കേട്ടോ. ടൈമില്ല ഒന്നിനും, അതുകൊണ്ടാണ്. അങ്ങനെ കുറെ ദിവസം സ്കിപ്പായി പോയി, പിന്നെ അങ്ങ് സ്റ്റോപ്പ് ചെയ്തു, അത്രേ ഉള്ളൂ. പിന്നെ തസ്ലീന ചോദിച്ചിട്ടുണ്ട് ചേച്ചി 3 മന്ത്സ് മുൻപ് ഞാൻ ഫസ്റ്റ് സ്വർണ്ണ വാങ്ങി യൂസ് ചെയ്തിരുന്നു, അപ്പോൾ നല്ല ബ്രൈറ്റ് ആയി. പക്ഷെ സ്വർണ്ണ 1 മന്ത് കൊണ്ട് കഴിഞ്ഞു, ഞാൻ 2nd മന്ത് കഴിഞ്ഞ് പിന്നെ യൂസ് ചെയ്യാൻ തുടങ്ങി. ബട്ട് ഇപ്പോൾ ഒരു വ്യത്യാസവുമില്ല, ഒരു മാറ്റവുമില്ല, അതെന്താ? എടാ, ഇപ്പൊ എങ്ങനെയാ 2nd ബോട്ടിൽ യൂസ് ചെയ്യുന്നത്? മെയിൻ്റനൻസ് ആയിട്ടാണോ അതോ എങ്ങനെയാണ്, ഡെയിലി ആണോ? പക്ഷെ എന്താ വ്യത്യാസമില്ലാത്തത് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ യൂസ് ചെയ്യുന്ന രീതിയൊക്കെ ഒന്ന് പറയുമോ? എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി, കമന്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരാം. എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വളരെ മൈന്യൂട്ടായിട്ടൊക്കെ അപ്ലൈ ചെയ്താൽ മതി, കുറച്ചേ അപ്ലൈ ചെയ്യാവുള്ളൂ കേട്ടോ. ഞാൻ വളരെ കുറച്ച് തന്നെ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് മാറ്റം ഉണ്ടാവാത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് ആദ്യമേ കളർ കിട്ടിയെന്ന് പറഞ്ഞല്ലോ, ആ കളർ പോയിന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എത്ര ഷെയ്ഡ് കൊടുത്തു ഞാൻ?
വെളുത്തുന്നല്ല, എനിക്കെന്ന് വെച്ചാൽ നമ്മളങ്ങനെ ഭയങ്കരമായിട്ട് ഒരിക്കലും കളർ വെക്കില്ല. പക്ഷെ നമ്മുടെ സ്കിന്നിന് ഒരു ഷെയ്ഡ് അല്ലെങ്കിൽ 2 ഷെയ്ഡൊക്കെ ക്ലിയർ ആക്കും. പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ പിമ്പിൾസ്, കരിവാളിപ്പ് മാറ്റി. എനിക്ക് ഏറ്റവും എഫക്റ്റ് തന്നത് കരിവാളിപ്പ് മാറ്റുക എന്നുള്ളതാണ്. പിന്നെ ഈ വേർത്തൊലിക്കുന്ന ഫേസ് ആയിരുന്നു. അതൊക്കെ ശരിക്കും മാറി. എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ നല്ല എന്താ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് കരിവാളിപ്പിന്റെ പ്രശ്നം തന്നെയായിരുന്നു കേട്ടോ. അത് മാറ്റി കിട്ടി. അതിൽ ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ എനിക്ക് പിന്നെയെന്ന് വെച്ചാൽ സ്കിന്നിന് നല്ല ഗ്ലോ ആയിരുന്നു. ഒരു ഷെയ്ഡൊക്കെ കളറും കിട്ടി. നമുക്ക് അത്രയൊക്കെ കിട്ടുള്ളൂ. ഇപ്പോൾ ഓൾറെഡി ചേഞ്ച് ഉണ്ടായെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതായിരിക്കാം സ്കിന്നിൻ്റെ മാക്സിമം. അതുകൊണ്ടായിരിക്കാം വീണ്ടും ഇമ്പ്രൂവ് ചെയ്യാത്തത്. അപ്പോൾ അതാണ് അതിൻ്റെ റിപ്ലൈ കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കുറേ പേര് എന്തുകൊണ്ടാണ് നിർത്തിയതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. സമത് ചോദിച്ചിട്ടുണ്ട് എന്താണ് നിർത്തിയത്. സുധ പറഞ്ഞിട്ടുണ്ട് നല്ല കളർ വെച്ചു ചേച്ചി ഞാനെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗുഡ്. പിന്നെ എവർഗ്രീൻ ബ്യൂട്ടി ചോദിച്ചിട്ടുണ്ട് ചേച്ചി എന്താ നിർത്തിയ കളർ കുറയുന്നുണ്ടോ എന്ന്. അതുകൊണ്ടല്ലടാ, ഞാൻ പറഞ്ഞല്ലോ നിർത്തിയതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ആതിര ചോദിച്ചിട്ടുണ്ട് ഹായ്, ഞാൻ 1 മന്ത് സ്വർണ്ണം യൂസ് ചെയ്യുന്നു. പിമ്പിൾ വന്ന പാട് പോകാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ബട്ട് മാസ്ക് മാറി ഫേസ് ക്ലിയർ ആവാൻ കുറേ ടൈം എടുക്കുമോ? എടാ അത് ഡിപ്പെൻസ് ആണ്. എനിക്ക് ശരിക്കും റിസൾട്ട് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് നല്ല 1 മാസമൊക്കെ എടുത്തിട്ടാണ് എനിക്ക് റിസൾട്ട് കിട്ടിയത്. അപ്പോൾ വേറെ ഫേസ് പാക്കോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടൊക്കെ സ്റ്റോപ്പ് ചെയ്ത്. എന്തായാലും ഇപ്പോൾ ലോക്ക്ഡൗൺ പീരീഡ് ഒക്കെ അല്ലേ, അപ്പോൾ ഇതിലേക്ക് മാത്രമായിട്ടൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇത് മാത്രം അപ്ലൈ ചെയ്യുക. പിന്നെ പിമ്പിൾ മാർക്സ് ഉള്ള സ്ഥലത്ത് ഇച്ചിരി കൂടുതലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ മാറിക്കോളും, എന്തായാലും മാറും. പിന്നെ ഉണ്ണിമായ പറഞ്ഞിട്ടുണ്ട് ഞാൻ 2 വർഷമായി സ്വർണ്ണ ക്രീം ഉപയോഗിക്കുന്ന ആളാണ്, ഒരു സൈഡ് എഫക്റ്റും ഇല്ല. ഓക്കെ, അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട് കേട്ടോ. കുറേ നാളായിട്ട് ഉപയോഗിക്കുന്നു, സൈഡ് എഫക്റ്റ് ഇല്ല, അങ്ങനെ നല്ല റിസൾട്ട് കിട്ടുന്ന ആൾക്കാരുമുണ്ട്. പിന്നെ ശ്രുതി ചോദിച്ചിട്ടുണ്ട് എന്താ നിർത്തിയത് തന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സജന പറഞ്ഞിട്ടുണ്ട് എന്താ ചേച്ചി നിർത്തിയത്? ഞാനും നിർത്തി, ചെറിയ തരിതരി പോലെ കുരു വന്നു, നിർത്തിയപ്പോൾ ഫേസ് ഡള്ളുമായി. ഒരു ബോട്ടിൽ ഇനിയും ഉണ്ട്, ഫേസിൽ ഇടാൻ പേടി. ഓക്കെ എടാ, ചെറിയ തരിതരി വന്നത് ചിലപ്പോൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും റിയാക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ചൂടിന്റെ ആയിരിക്കാം. എനിക്കിങ്ങനെ ചൂടുകൂര പോലെ വന്നിട്ട് അത് തന്നെ മാറിയെന്നല്ല, ഏലാദിയുടെ ക്രീം അപ്ലൈ ചെയ്തു. അപ്പോൾ ഏലാദിയുടെ ക്രീം ഉണ്ടെങ്കിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. വേണമെങ്കിൽ ഡോക്ടറോട് ചോദിച്ചോളൂ കേട്ടോ. ഞാൻ ഡോക്ടറോട് ചോദിച്ചിട്ട് തന്നെയാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. എനിക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല. ഫേസ് ഡള്ളാകുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ചന്ദനത്തിന്റെ ഫേസ് പാക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി ഒരു ബോട്ടിൽ ഇനിയും ഉണ്ടെന്ന് പറഞ്ഞു. അത് അപ്ലൈ ചെയ്യുന്നത് ശരിക്കും സജനയുടെ തന്നെ തീരുമാനമാണ്. ഞാൻ കമ്പൽ ചെയ്യില്ല. കാരണം സജനയുടെ ഫേസ് എങ്ങനെയാണ് എന്താണെന്നൊക്കെ നോക്കിയിട്ട് അപ്ലൈ ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. അതാണ്. അടുത്തത് ഷാഹിന. 5 മാസമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ ഫേസിൽ പിമ്പിൾസ് ഉണ്ട്, ബ്ലാക്ക് ഷെയ്ഡ് വരുന്നു, ഓയിലി സ്കിന്നാണ്. അപ്പൊ ഈ 5 മാസം എപ്പോഴും മെയിൻ്റനൻസിലാണോ ഡെയിലിയാണ് അപ്ലൈ ചെയ്യുന്നത്? സോണ ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പം ഈ ഒരു 5 മാസമൊക്കെ ആയെങ്കിൽ മെയിൻ്റനൻസ് മോഡിൽ അപ്ലൈ ചെയ്താൽ മതി. ബ്ലാക്ക് ഡാർക്ക് സ്പോട്ട്സ് ആണോ? ഡാർക്ക് സ്പോട്ട്സ് ആണെങ്കിൽ അവിടെ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്തേച്ചാൽ മതി കുറേശ്ശെ. അപ്പോൾ ബ്ലാക്ക് ആയിട്ടുള്ള ഭാഗത്ത് മാറിക്കോളും. പിമ്പിൾസ് വന്നതിന്റെ മാർക്കുകളില്ലേ, അത് മാറിക്കോളും. പിന്നെ അസീന പറഞ്ഞിട്ടുണ്ട് ഞാൻ സ്വർണ്ണം യൂസ് ചെയ്തു, എൻ്റെ മുഖത്ത് മൊത്തം പിമ്പിൾ വന്നു, കണ്ണിന്റെ ഉള്ളിലും കുരുക്കൾ വന്നു. അപ്പോൾ ഞാനത് സ്റ്റോപ്പ് ചെയ്തു. കണ്ണിന്റെ ഉള്ളിൽ എന്താ പിമ്പിൾസ് വന്നു എനിക്കറിയത്തില്ല കേട്ടോ. എനിക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഡോക്ടറോട് ഉറപ്പായിട്ടും പറയാമല്ലോ. ഡോക്ടർക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടല്ലോ, വാട്സപ്പും ഉണ്ട്, നമുക്ക് ഉറപ്പായിട്ടും അയക്കാം. കണ്ണിന്റെ ഉള്ളിൽ പിമ്പിൾസ് വരാനായിട്ട് എനിക്കറിയില്ല അതെങ്ങനെയാ വരിക എന്നുള്ളത്. അത് ചിലപ്പോൾ മറ്റേ കണ്ണിക്കുരു പോലെയുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ, അതുകൊണ്ടൊക്കെ വരാം കേട്ടോ. കണ്ണിനകത്ത് കുരു വരുന്നത് ചിലപ്പോൾ കൺകുരു ഒക്കെ ആയിരിക്കാം. അത് സ്വർണ്ണ ക്രീമിന്റെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണത് കേട്ടോ. എൻ്റെ ബ്രദറിന് കണ്ണിലിങ്ങനെ കുരു വരാറുണ്ടായിരുന്നു, ചൂടുകുരു തന്നെയാണ്. അപ്പോൾ ചിലപ്പോൾ അത് അങ്ങനെ ആയിരിക്കാം. എൻ്റെ ഹസ്ബൻഡിനൊക്കെയും വരാറുണ്ട്, ചൂട് കൂടുന്ന ടൈമിൽ കണ്ണിൽ ഇങ്ങനെ കുരു വരാറുണ്ട്, ഇൻഫെക്ഷൻ. അത് ആ ഒരു ഇതിന്റെ ആയിരിക്കാം. അത് ഇതുമായിട്ട് ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ബിന്ദു ചോദിച്ചിട്ടുണ്ട് ഞാൻ 4 മാസമായി സ്വർണ്ണം യൂസ് ചെയ്യുന്നു. 10 ദിവസം കഴിഞ്ഞപ്പോൾ ഗ്ലോ ഉണ്ടായിരുന്നു, 1 മാസം കഴിഞ്ഞപ്പോൾ പഴയതുപോലെയായി, 4 മാസമായി ഒരു മാറ്റവുമില്ല. ഇനി ഇത് ഉപയോഗിക്കണോ? ഇത് നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും യൂസ് ചെയ്താൽ മതിയോ? ഇത് നിർത്തിയിട്ട് ഞാൻ പറഞ്ഞില്ല, ഇത് നിർത്തിയിട്ട് പെട്ടെന്ന് തന്നെ അടുത്ത വൈറ്റനിങ് ക്രീമുകളൊന്നും സ്റ്റാർട്ട് ചെയ്യരുത്. കുറച്ച് ഗ്യാപ്പ് സ്കിന്നിന് എന്തായാലും കൊടുക്കുക. പിന്നെ ഒരു ചേഞ്ച് വരുന്നില്ല എന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്തോളൂ. അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാ? ഒരു ചേഞ്ച് വരുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. പക്ഷേ 10 ദിവസം ഉപയോഗിച്ചപ്പോൾ ഗ്ലോ ഉണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്.
പിന്നെ എന്തോ പറ്റിയാവോ, കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നോ? ആ ഒരു ചേഞ്ച് ഇല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്തോടാം. പക്ഷേ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അടുത്ത ക്രീം സ്റ്റാർട്ട് ചെയ്യരുത് കേട്ടോ. അതെന്തായാലും സ്കിന്നിന് ഡാമേജ് വരും. പിന്നെ ഞാൻ സ്വർണ്ണ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 1.5 മാസമായി. മുഖം നല്ലതുപോലെ കളർ വെച്ചു. നിഷയാണേ ചോദിച്ചിട്ടുള്ളത്. പക്ഷെ ചുണ്ടിന്റെ ചുറ്റും താടിയിലുമായി വെള്ള പാച്ചസ് വരുന്നുണ്ട്. വെള്ള പാച്ചസിന്റെ കാര്യം ഇങ്ങനെ കുറച്ച് പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ അവിടെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഡോക്ടറോട് ചോദിച്ച് നോക്കുക. ഈ വെള്ള പാച്ചസിന്റെ കാര്യം എനിക്ക് അറിയത്തില്ല. വൈറ്റ് പാച്ചസിന്റെ കാര്യം എനിക്ക് അങ്ങനത്തെ ഇഷ്യൂസ് വന്നിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. അപ്പൊ എന്തായാലും ഡോക്ടറൊന്ന് ചോദിച്ചു നോക്കാം. ഇപ്പോൾ ലോക്ക്ഡൌൺ പീരീഡ് ഒക്കെ അല്ലേ, ഡോക്ടറോട് ചോദിക്കാനായിട്ടും എല്ലാവർക്കും ടൈം കിട്ടുമല്ലോ. അപ്പോൾ ഒന്ന് മെസ്സേജ് ഒക്കെ അയച്ചിടുക. ഓക്കെ, ഡൗട്ടുകൾ അങ്ങനെ ചോദിക്കുക. എനിക്ക് വൈറ്റ് പാച്ചിന്റെ കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണെന്നത് ഇങ്ങനെ. അപ്പോ അങ്ങനെ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ വൈറ്റനിങ് ക്രീം എന്നല്ല, സോറി കേട്ടോ, ഈ വൈറ്റനിങ് ക്രീം എന്നല്ല, ഏത് വൈറ്റനിങ് ക്രീം ഉപയോഗിച്ചാലും സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുക. നമ്മൾ സൺസ്ക്രീൻ നന്നായിട്ട് ഉപയോഗിച്ചാൽ തന്നെ നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ ഈ സൺലൈറ്റിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സൺസ്ക്രീനിന്റെ കാര്യം മറക്കരുത്. സൺസ്ക്രീൻ എന്ന് വെച്ചാൽ ന്യൂട്രോജന തന്നെയൊന്നും ഞാൻ പറയില്ല. നമുക്ക് ഏത് സൺസ്ക്രീൻ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം കേട്ടോ. പക്ഷേ 50+ SPF ഉള്ളത് വേണം. അപ്പം ഞാൻ ന്യൂട്രോജനയാണ് അപ്ലൈ ചെയ്യുന്നത്. എനിക്ക് നല്ല റിസൾട്ടാണ്. പക്ഷെ അത് ഡയറക്റ്റ് ആയിട്ട് എൻ്റെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഒരുമാതിരി ഒരു ബേണിങ് പോലെയൊക്കെ തോന്നാറുണ്ട്. അപ്പം ഞാൻ അത് ഒഴിവാക്കാനായിട്ട് ബയോടെക്കിൻ്റെ നമ്മുടെ സീറം അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇട്ടിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ ലാക്ടോകലാമിൻ്റെ മോയ്സ്ചറൈസർ ഉണ്ടല്ലോ, അത് അപ്ലൈ ചെയ്യാം. അത് അപ്ലൈ ചെയ്തിട്ട് വേണമെങ്കിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം. കുഴപ്പമില്ല, ഏതാണെങ്കിലും നമ്മുടെ സ്കിന്നിന് നല്ല പ്രൊട്ടക്ഷൻ കിട്ടും. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് വന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. സെയിം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനെല്ലാം കൂടി ഞാൻ ഒരുമിച്ചാണ് റിപ്ലൈ ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ലാസ്റ്റൊക്കെ കുറേ ഇങ്ങനെ ദേഷ്യപ്പെട്ടൊക്കെ കമൻറ്റ് വന്നു. ആരാന്ന് ഞാൻ ഓർക്കുന്നില്ല. ഇത്രയും പേര് ചോദിക്കുന്നില്ല ചേച്ചി, ഒന്ന് റിപ്ലൈ ചെയ്യത്തില്ലേ, സ്വർണ്ണ ക്രീം നിർത്താനുള്ള കാരണം എന്താണെന്നൊക്കെ. അയാൾക്ക് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്, വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്യും എന്നൊക്കെ. അപ്പോൾ ഇതാണ് എൻ്റെ സ്വർണ്ണ ക്രീം സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള എൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ചൂടൂര് പോലെയൊക്കെ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാദി ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തു കേട്ടോ, സൂപ്പറായിരിക്കും. പിന്നെ 2 ഫേസ് പാക്കുകൾ ഞാൻ പറഞ്ഞല്ലോ, അതായത് നമ്മുടെ ചന്ദനത്തിൻ്റെ തടി കണ്ടതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ നമ്മുടെ കുങ്കുമപ്പൂവ് പാലിൽ തിളപ്പിച്ചിട്ട് കുറച്ച് പാലിനകത്ത്, അല്ലെങ്കിൽ ഞാൻ ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ കുങ്കുമപ്പൂവ് നല്ല തിളച്ച പാല് കുറച്ച് സ്പൂണിലെടുത്തിട്ട് ചെറിയൊരു പാത്രത്തിലാക്കും. എന്നിട്ട് 1-2 കുങ്കുമപ്പൂവിൻ്റെ നാരുകൾ എടുത്തിട്ടിട്ട് കുറേ നേരം വെക്കുമ്പോൾ, അല്ലെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക കുഞ്ഞൊരു പാത്രത്തിലിട്ടിട്ട്. അങ്ങനെയാണെങ്കിൽ നന്നായിട്ട് അതിൻ്റെ എസൻസ് എല്ലാം ഇളകി കിട്ടും കേട്ടോ. അപ്പോൾ എനിക്ക് ശരിക്കും അതൊന്നും പ്രോപ്പറായിട്ട് ചെയ്യാനൊന്നും പറ്റുന്നില്ല. പക്ഷേ ഈ കുങ്കുമപ്പൂവിൻ്റെ ഒക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. സൂപ്പറാണ് കേട്ടോ. നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ ഇട്ടായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ ഒരു കുങ്കുമപ്പൂവിൻ്റെ ഒക്കെ അല്ലെങ്കിൽ ചന്ദനത്തിൻ്റെ ഒക്കെ ടിപ്സ് ആർക്ക് വേണമെങ്കിലും ചെയ്ത് നോക്കാം. അടിപൊളിയാണ്. സ്കിന്നൊക്കെ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യാനും റിങ്കിൾസ് മാറാനും നല്ലൊരു ആൻറ്റി ഏജിങ്ങിനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ഇപ്പോൾ ലോക്ക്ഡൗൺ പീരീഡ് ഒക്കെ അല്ലേ, എല്ലാവരും നല്ല സേഫ് ആയിട്ടിരിക്കുക. ലോക്ക്ഡൗൺ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ലേഡീസ് ഒക്കെ ഭയങ്കര ബിസി ആയിരിക്കും. ഇപ്പോൾ എല്ലാവരും വീട്ടിലിരുന്ന ടൈമല്ലേ. അപ്പോൾ എല്ലാവർക്കും വേണ്ടി കുക്ക് ചെയ്യാനും വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാനായിട്ടും ഒക്കെ ഭയങ്കര തിരക്കാണ്. എനിക്കിപ്പോൾ എൻ്റെ ഒരു സിറ്റുവേഷൻ അതാണ്. അതുകൊണ്ടാണ് എനിക്ക് പ്രോപ്പറായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു വീഡിയോ പോലും ചെയ്യാനായിട്ട് പറ്റാതെ നീണ്ടുപോയതിൽ. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. റീപ്ലൈ ലേറ്റ് ആയതിൽ സോറി കേട്ടോ. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റാഞ്ഞതിൽ സോറി. എന്തായാലും എല്ലാവർക്കും പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ കുറച്ച് ലെങ്ത് ആയിട്ടുണ്ട്, എല്ലാവരും സഹിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു. ഞാൻ മുടിയിലെ കുറേ എണ്ണയൊക്കെ തേച്ചിട്ടുണ്ട്. എന്തായാലും വീട്ടിൽ ഇരിക്കുമല്ലോ. അപ്പോൾ ഇപ്പോൾ മിക്ക ദിവസവും മുടിയിലൊക്കെ നന്നായിട്ട് എണ്ണയൊക്കെ തേച്ചിട്ടാണ്, ചിലപ്പോൾ രാത്രിയൊക്കെ തേച്ചിട്ട് കിടക്കും എണ്ണയൊക്കെ. അപ്പോൾ ഇപ്പോൾ പുറത്തൊന്നും പോകുന്നില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ ഹെയറും സ്കിന്നും ഹെൽത്തും ഒക്കെ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യാനും നല്ല രീതിയിലൊന്ന് കെയർ ചെയ്യാനൊക്കെ പറ്റുന്ന സമയമാണ്. സമയമില്ലെങ്കിലും മുടിയിലൊക്കെ എണ്ണ തേക്കാനായിട്ടൊക്കെ എങ്ങനെയൊക്കെ നോക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു. എല്ലാവർക്കും ബൈ.